ഈ മതേതരത്വ ഭാരതത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ 5 പേരാണ് ഉണ്ടാവുക. ആ 5 പേരാരൊക്കെയാണ് ഒന്ന് പറയാമോ? ഈ അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാകർമ്മം ഞാൻ അതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ താങ്കളുടെ വിയോജിപ്പ് ആദ്യം പറയൂ. അല്ലാതെ ഞാൻ ഈ പറയുന്നത് അല്ലല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി കോവിലിനുള്ള 5 പേർ ആരൊക്കെയാണ്? താങ്കൾ പറയൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി ആദ്യം പറയൂ. അല്ല, നരേന്ദ്രമോദി ആരൊക്കെയാണ്? ഡോക്ടർ അരുൺ, ഇത് താങ്കൾ ഡൈവേർഷൻ ഓഫ് ദ ടോപ്പിക് ആണ്. ഞാൻ പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രി അവിടെ ആരതി ഉഴിയുന്നതിനെ പ്രതിഷ്ഠ നടത്തുന്നതാണ് ഡോക്ടർ അരുൺ പറഞ്ഞത്. പിന്നെ എന്നാ എന്നോട് ചോദിക്കണം, താങ്കൾ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞ നുണ ഞാൻ പൊളിച്ചു. നിങ്ങൾ പറയുന്ന ഫാക്ച്വൽ എറർ അല്ല. പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ളിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോഴുള്ള 5 പേർ ആരൊക്കെയാണ്? വൈദിക ശ്രേഷ്ഠരാണ്. അല്ല, അതിലൊരാൾ പ്രധാനമന്ത്രിയാണ്, അതിലൊരാൾ യോഗി ആദിത്യനാഥാണ്, അതിലൊരാൾ UP ഗവർണറാണ്, മറ്റൊരാൾ ചീഫ് പ്രീസ്റ്റാണ്. എന്താണ് പ്രധാനമന്ത്രിക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ കാര്യം? ശ്രീകോവിലിനുള്ളിൽ കയറി ഇവരാണോ ആ പ്രതിഷ്ഠ എവിടെ നടത്തുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഒരു മതേതര ഭാരതത്തിൽ എന്താണ് കൊടുക്കുന്ന സന്ദേശം? എനിക്ക് അത്ഭുതവും വേദനയും ഉണ്ടാവുന്നത് ഇന്ത്യയുടെ ഒരു മതേതര ഭാരതത്തിൻ്റെ ഒരു മതപരമായ ചടങ്ങിൽ നിങ്ങൾക്കൊരു വ്യക്തി എന്ന നിലയിൽ പങ്കെടുക്കാം. പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ രാജ്യത്തെ ദീപാവലി ആഘോഷിക്കണമെന്ന് രാജ്യത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായും ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അതിനെ വിമർശിക്കാൻ പോലും കഴിയാതെ ആ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കൊണ്ട് എന്തു കുഴപ്പമെന്ന് പറയാൻ കഴിയുന്ന നൈതിക ബോധത്തിലേക്ക് യുവതലമുറ എത്തുന്നു എന്നതിലുള്ള ആശങ്കയാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ. Meet the editors.